സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത് റൂമിൽ കിടന്നുറങ്ങുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക കണ്ണടച്ച വരണും രാധികയും ട്രിപ്പ് എൻജോയ് ചെയ്യുന്നതും അവർ സന്തോഷിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മനസ്സിലേക്ക് കയറി വരുന്നത്. അങ്ങനെ അതൊക്കെ കാരണം പ്രിയങ്കയ്ക്ക് മര്യാദക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. സ്വസ്ഥത നഷ്ടപ്പെട്ട പ്രിയങ്ക ഫോൺ എടുത്ത് മുത്തശ്ശിനെ വിളിക്കുക. മുത്തശ്ശി, എനിക്ക് മര്യാദക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അന്നേരം മുത്തശ്ശി വരണേ, പ്രിയങ്കെ മോളെ, നീ അബദ്ധമൊന്നും കാണിക്കരുത് കേട്ടോ. നിനക്ക് മാനസികമായിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ല ഒരുപാട് കേസുകളാണ് നിൻ്റെ തലയിലേക്ക് വരിക. അത് ഓർമ്മയുണ്ടാകണം. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ ഉർവശിയുടെ കണ്ടീഷനെക്കുറിച്ചും മറ്റ് സൂര്യയോടും പത്നിയോടും കൽപ്പനയോടൊക്കെ പറയുന്നതാണ്. അന്നേരം ഡോക്ടർ പറയണേ, അവർ സ്വയം ആത്മഹത്യ ചെയ്യാനായിട്ട് നോക്കിയതാണെങ്കിലും അല്ലെങ്കിൽ തന്നെ മറ്റാരെങ്കിലും കൊല്ലാൻ നോക്കിയതാണെങ്കിലും ശരി, പോലീസ് അന്വേഷണം ആവശ്യപ്പെടുത്തുന്ന ഒരു കേസാണിത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതികൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് ഡോക്ടർ പറയുവാണ്. ഡോക്ടറിൻ്റെ ആ വാക്കുകൾ കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് കേട്ടോ പത്മിനിയും സൂര്യയുമൊക്കെ. പിന്നീട് കാണിക്കുന്നത് രാധിക അവിടെ ഹോട്ടലിലുള്ള എല്ലാവരും ഒത്തുകൂടിയ സമയത്ത് അവർക്കൊക്കെ വേണ്ടി ഒരു പാട്ട് പാടുവാണ്. അങ്ങനെ രാധികയുടെ ആ പാട്ടിൽ എല്ലാവരും മനം മറിഞ്ഞ് അതിൽ അലിഞ്ഞിരിക്കുകയാണ് കേട്ടോ. വരുണും ഒത്തിരി സന്തോഷത്തോടെ അഭിമാനത്തോടെയും രാധികയുടെ ആ പാട്ടിൽ മുഴുകിയിരിക്കുവാണ്. മറന്നു നിന്ന് ബെഞ്ചമിനും രാധികയെ കൊല്ലാനായിട്ട് പറ്റിയൊരു അവസരത്തിനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്